വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. ഐ ആം ജസ്റ്റ് യുവർ ഇംഗ്ലീഷ് ഫാക്കൾട്ടി. സോ മക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് 1-ൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഡൗട്ട് എന്തായിരിക്കും, നമുക്ക് 5 യൂണിറ്റ് പഠിക്കാനുണ്ട്, പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ കൃത്യമായിട്ട് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അല്ലേ? യെസ്, ആ കാര്യങ്ങളാണ് മക്കളെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള. സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്താണ്? യൂണിറ്റിന്റെ പേരെന്താ? ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നുള്ള അല്ലെ. സോ ഈ യൂണിറ്റിൽ നമുക്ക് മെയിൻ ആയിട്ട് 4 ചാപ്റ്റേഴ്സ് അല്ലേ പഠിക്കാനുള്ളത്? യെസ്, ആ 4 ചാപ്റ്റേഴ്സിലും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ സ്ലൈഡില്, ഈ ഒരൊറ്റ PPT നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, യെസ്, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നോക്കുക. ഈ സ്ലൈഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, യെസ്, ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം. ഇതിൽ 4 ചാപ്റ്റേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്താ? ദ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എനി വുമൺ ആണ്, ഒരു പോം ആണ്. ആൻഡ് ദ തേർഡ് വൺ മാച്ച് ബോക്സ് എന്ന് പറയുന്ന അതിൽ ജസ്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറി അല്ലേ. ദെൻ ഫോർത്ത് വൺ എന്ന് പറയുന്നത് അനക്ഡോട്ട് ആണ്, ഹൊറിഗല്ലോ. ഈ 4 ചാപ്റ്റേഴ്സ് ആണല്ലോ. ഈ 4 ചാപ്റ്റേഴ്സിൽ എന്തൊക്കെയാ പഠിക്കേണ്ടേ, എന്തൊക്കെ പഠിച്ചു എന്നുള്ള ഉറപ്പ് വരുത്തേണ്ടേ? യെസ്, ശ്രദ്ധിച്ചോ. ഒരു റിവിഷൻ പോലെയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്, നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഓക്കെ, സോ ദ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുമ്പോൾ അതൊരു സ്പീച്ച് ആണ് ക്രിസ്റ്റ്യൻ ലെഗാഡയുടെ അല്ലെ. 3 L'സിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത്. സോ മെയിൻലി എന്തിനെ പറ്റിയിട്ടാ അതിൽ സംസാരിക്കുന്നത്? വിമൻ എംപവർമെന്റിനെ പറ്റിയിട്ടാ അല്ലെ, സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയിട്ടാണ് അവിടെ പറയുന്നത്. സോ നോക്കാം എന്തൊക്കെ ചാലഞ്ചസ് ആണ്, ചാലഞ്ചസ് ഓഫ് വിമൻ, സ്ത്രീകൾ നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ആ ചാപ്റ്റർ വായിക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരെ അങ്ങനെയൊക്കെയാണ്, അല്ലാതെ ഇതിലുള്ള ക്രിസ്റ്റ്യൻ ലെഗാഡ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജസ്റ്റ് ആ സ്പീച്ചിനെ പറ്റിയോ നല്ലതായിരിക്കും. അതുമായി ബേസ് ചെയ്തിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. സ്ത്രീകൾ നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്? കുറച്ച് ചാലഞ്ചസ് നമുക്ക് അറിയണ്ടേ? യെസ്, ഡൗറി സിസ്റ്റം ഉണ്ട്, ഇന്നും സ്ത്രീധനം കാര്യങ്ങളുണ്ട് അല്ലെ, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. ദെൻ അതേപോലെ തന്നെ ഫീമെയിൽ ഫീറ്റിസൈഡ്, പെൺ ഭ്രൂണഹത്യ ഇന്നും നിലവിലുണ്ട് എന്നുള്ള. ദെൻ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്? സ്ത്രീകൾ നേരിടുന്ന ചാലഞ്ചസ് ആണ്, പ്രശ്നങ്ങളാണ്. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ? ഹൗ ക്യാൻ സോൾവ്, അല്ലെങ്കിൽ എങ്ങനെയല്ലേ ഇത് നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് എങ്ങനെയൊക്കെ സ്ത്രീകളെ നമുക്ക് എംപവർ ചെയ്യാം, ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കുക. ദെൻ നെക്സ്റ്റ്, അപ്പോൾ അതിന് ഏറ്റവും ഹെൽപ്ഫുൾ ആകുന്ന കാര്യമാണ് എന്ത്? 3 L's എന്ന് പറയുന്നത്. ക്രിസ്റ്റ്യൻ ലെഗാഡ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ 3 L's അല്ലെ. ആ 3 L's എന്തൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ലേണിംഗിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കിട്ടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ബേസ് ആയിട്ടുള്ള ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അല്ലെ. നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ നമുക്ക് നല്ല രീതിയിൽ എന്താണ് നമ്മുടെ റൈറ്റ് എന്താ, നമ്മുടെ അവകാശങ്ങൾ എന്താ എന്നുള്ളത് ഒരാൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ ആർക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാനോ ഫുൾ ആക്കാനോ ഒന്നും പറ്റില്ല എന്നുള്ളത് അല്ലേ. യെസ്, ആൻഡ് അതേപോലെ തന്നെ വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്, ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ ഹെൽപ്പ് ചെയ്യും. നല്ലൊരു ജോലിയിലേക്ക് എത്താൻ, നല്ലൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ നല്ലൊരു ജോബ് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള. സോ അങ്ങനെയാണ് ലേബറിലേക്ക് നമ്മൾ എത്തുന്നത്. നല്ലൊരു തൊഴിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏണിങ്സ് ഉണ്ടാവും, നമുക്ക് ഇൻഡിപെൻഡന്റ് ആവാം, നമുക്ക് ഇങ്ങനെ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യേണ്ട, ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് അതെന്തിനാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഫാമിലിയിൽ നമ്മുടെ ഒപ്പീനിയന്, നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടാൻ, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടാവാൻ. അതേപോലെ തന്നെയാണ് ചില സമയത്ത് നമുക്ക് ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു ഇൻകം ഇല്ലെങ്കിൽ അല്ലേ. പല ആൾക്കാരും അവർ കഷ്ടപ്പെട്ടിട്ട് അവർ ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസസ് ഒക്കെ അവർ സഫർ ചെയ്ത് നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇൻകം ഇല്ലായിട്ടാണ്. അല്ലാതെ സ്വന്തമായിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് കുറേ ഉണ്ട് നേരിച്ചിട്ട് നമ്മൾ പിന്നെ ഫാമിലിയിൽ ഭയങ്കര ഇറസ്പോൺസിബിൾ ആവാനോ ഭയങ്കരമായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നമ്മൾ ജീവിക്കാൻ അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമുക്ക് അല്ലെ, നമ്മളുടെ നേരെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കുറക്കാൻ വേണ്ടിയിട്ട്, അതിന് നമുക്ക് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയൊരു ശക്തി തന്നെയാണ് നമുക്ക് സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാവുക, വരുമാനം ഉണ്ടാവുക എന്ന് പറയുന്നത് അല്ലേ. യെസ്, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നെക്സ്റ്റ്, ലീഡർഷിപ്പും എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകളെ ഒരുപാട് എംപവർ ചെയ്യുന്നുണ്ട്. നല്ല അല്ലെ വിമൻ ലീഡേഴ്സിന് നല്ല രീതിയിൽ തന്നെ അവർക്ക് ലീഡ് ചെയ്യാനും അവരുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് അവർക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഈ സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാനും പറ്റുന്നാറുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മൾ പറയുന്ന ഇന്ദിരാഗാന്ധി, അതേപോലെ തന്നെ അല്ലെ കൽപ്പന ചൗള, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്താണ്, ഒരുപാട് അവരുടെ കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് വന്നിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ലേഡീസ് ആണ് അല്ലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക കേട്ടോ. സോ ഈ ഒരു ചാപ്റ്ററിൽ ബേസ് ചെയ്തിട്ട് വരാം, സ്പീച്ച് വരാറുണ്ട്. അപ്പൊ സ്പീച്ച് എങ്ങനെ വരാം, വിമന്റെ പ്രശ്നങ്ങൾ,
പറഞ്ഞിട്ട് എന്തൊക്കെ ചാലഞ്ചസ് ആണ് ആൻഡ് ഹൗ എങ്ങനെയൊക്കെ നമുക്ക് അതിനൊക്കെ സോൾവ് ചെയ്തിട്ട് വിമൻ എംപവർമെന്റ് സാധ്യമാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് സ്പീച്ച് വരും. ചിലപ്പോൾ ആർട്ടിക്കിൾ വരാറുണ്ട്, എസ്സേ വരാറുണ്ട്. മൂന്ന് വന്നാൽ ഈ സെയിം ആയിട്ടുള്ള കോണ്ടന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും വരാം. നെക്സ്റ്റ് ആണ് എനി വുമൺ എന്ന് പറയുന്ന പോം അല്ലേ. സോ അതിൽ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേഡ് ബൈ വുമൺ ഇൻ എ ഫാമിലി. ഒരു ഫാമിലിയിൽ വുമന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ എങ്ങനെയൊക്കെയാണ്? മദറിന്റെ റോൾ അല്ലേ. ആ ഫാമിലിനെ ആ ഒരു എന്താണ് കെട്ട് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു നോട്ട് ടൈ ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ അതിൽ പറയുന്നുണ്ട് അല്ലേ. അഥവാ ആ ഒരു ലവ് സ്നേഹത്തോടെ അവരെ കെട്ടിയിടുന്ന ഒരാളാണ് ശരിക്കും അമ്മ എന്ന് പറയുന്നത്. മീൻസ് എല്ലാ ആൾക്കാരെയും ഒരുപോലെ ഭയങ്കരമായിട്ട് നിൽക്കാൻ, അവരെ ഒരു നല്ല രീതിയിൽ അല്ലേ അവരെ കൊണ്ടുപോകാനൊക്കെ അമ്മക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഷീ വിൽ പ്രൊട്ടക്ട് ഹർ ചിൽഡ്രൻ ഫ്രം ആൾ ദി ഡേഞ്ചേഴ്സ്. ഈ കാര്യങ്ങളൊക്കെ അതിലെ പോയിന്റ്സ് അല്ലേ. ആൻഡ് അതിൽ മെയിൻ ആയിട്ട് പോയിന്റ് എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റഫർ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അമ്മ എന്ത് പോലെയാണെന്നുള്ളത് പറയുന്നുണ്ട്. വാളാണ് എഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് വീടിന്റെ പില്ലാറാണ്, റൂഫാണ്. അങ്ങനെ മൊത്തത്തിൽ അതിലെന്താണ് ഒരുപാട് മെറ്റഫേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതേ ശ്രദ്ധിക്കുക. then അതിന്റെ ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പഠിച്ചു വെക്കുക. കമ്പാരിസൺ ചിലപ്പോൾ എക്സാമിന് വരാറുണ്ട്. നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള ഏതെങ്കിലും പോം തരും, മദറിനെ ബേസ് ചെയ്തിട്ട്, മദർ ലവ് ബേസ് ചെയ്തിട്ട്. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം? എനി വുമൺ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ആണ് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ അതിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം? ക്യാരക്ടർ സ്കെച്ച്, അഥവാ നോമിതയുടെയും അജിത്തിന്റെയും ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ദെൻ അജിത്ത് അതിൽ ഭയങ്കരമായിട്ട് അജിത്തിന് ഒരു സംശയവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹസ്ബൻഡാണ് അല്ലേ. നോമിത എന്ന് പറയുന്നത് ഒരു പ്യുവർ ആയിട്ടുള്ള എന്നാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ബംഗാളി ഫാമിലിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അവരുടെ അമ്മ എന്താണ് ഒരു വിധമാണ് അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ക്യാരക്ടർ സ്കെച്ച് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിക്കുക. നെക്സ്റ്റ് റൈറ്റപ്പ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാം. സോ റൈറ്റപ്പ് എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ത്യൻ ഫാമിലികളിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സിനാരിയോയിലൊക്കെ വിമൻ്റെ സ്പേസ് എന്തൊക്കെയാണ്, എന്തൊക്കെ പ്രശ്നങ്ങൾ വിമൻ നേരിടുന്നുണ്ട്, ഡൊമസ്റ്റിക് വയലൻസസിനെ പറ്റിയിട്ട്, ഡൗറി സിസ്റ്റത്തെ പറ്റിയിട്ട് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരും. ആൻഡ് നോമിത ശരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെയുള്ള ഇന്ത്യൻ ഫാമിലീസിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസസ്, അവരുടെ ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഇതിനൊക്കെ അല്ലേ ഏറ്റവും വലിയ ഒരു വിക്ടിമാണ് ശരിക്കും നമ്മുടെ ഇവിടെ നോമിത എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇവിടെ വുമണിനെ മാച്ച് ബോക്സ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. മീൻസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഡൊമസ്റ്റിക് വയലൻസസും കാര്യങ്ങളൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഫാമിലിയിലുള്ള വിമന്റെ അവസ്ഥകൾ പറയുന്ന ഈ ഒരു ചാപ്റ്ററിന് മാച്ച് ബോക്സ് എന്നുള്ളത് ഒരു ടൈറ്റിൽ എത്രത്തോളം സ്യൂട്ടബിളാ എന്നുള്ള രീതിയിലൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. അഥവാ വുമൻ എന്ന് പറയുമ്പോൾ മാച്ച് ബോക്സ് അല്ലേ. മാച്ച് ബോക്സ് എന്നുള്ള രീതിയിൽ. മാച്ച് എന്ന് പറയുമ്പോൾ മാരേജ് എന്നുള്ള രീതി പറയും, ബോക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ബോക്സ് എന്നുള്ള രീതിയിൽ അല്ലേ. അഥവാ മാച്ച് ബോക്സിനെ ഇവിടെ മാരേജ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്തിട്ട് പറയാറുണ്ടായിരുന്നു. അതായത് മാരേജ് നല്ല രീതിയിലല്ല എന്നുണ്ടെങ്കിൽ അത് ശരിക്കും സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്കൊരു ബോക്സ് ആണ്, ഒരു ലിമിറ്റേഷൻ ആണ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം എന്നുള്ള. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയും പറയുന്നുണ്ട്. ഇപ്പം മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാൽ മാച്ച് ബോക്സ് എവിടെ നിന്നാലും ഒരു പ്രശ്നമില്ല അല്ലേ. അതിനെ നമ്മൾ കിച്ചണിൽ മാത്രമല്ല അവിടെ ഇവിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയി വെക്കും മാച്ച് ബോക്സിനെ. പക്ഷേ അതിന് എന്ത് ശക്തിയുണ്ട്? ഒരു തന്നെ മൊത്തത്തിൽ കത്തിക്കാനുള്ള ഒരു ബേൺ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് എന്നുള്ള. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്ത്യൻ്റെ വീടുകളിലൊക്കെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയും. മീൻസ് സ്ത്രീകളെ ഇങ്ങനെ അവർ വിലയില്ലാതെ അവിടെ ഇവിടെയൊക്കെ ഇടുന്നു. പക്ഷെ ആ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീ ഒന്ന് വിചാരിച്ചാൽ ആ ഹോൾ ഫാമിലിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ആ ഒരു കപ്പാസിറ്റി സ്ത്രീക്ക് ഉണ്ട് എന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസൺ ഒക്കെ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ആ ടൈറ്റിലിനെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കാം. നെക്സ്റ്റ് ബ്ലർബ് എഴുതാൻ ഈ ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് നമ്മൾ പഠിക്കും എങ്ങനെയൊക്കെയാണ് അല്ലേ ബ്ലർബ് എഴുതാം. ബ്ലർബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഒരു ബുക്കിന്റെ ബാക്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. മീൻസ് ഓതറിന്റെ ഡീറ്റെയിൽസ്, പബ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ്, ആ ഒരു ബുക്കിലെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്സ് കാര്യങ്ങൾ, അതിന്റെ പ്രൈസ് ഡീറ്റെയിൽസ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ബ്ലർബ് കാണാൻ വേണ്ടി പറ്റുക അല്ലേ. അപ്പോൾ അത് എഴുതാൻ എന്തായാലും പഠിക്കാം. നെക്സ്റ്റ് ആണ് ഹൊറിഗല്ലു എന്ന് പറയുന്ന ചാപ്റ്റർ. ഹൊറിഗല്ലുവിൽ നമ്മൾ ഒരു അനക്ടോട്ടാണ്, ഓർമ്മക്കഥയാണ്. അവിടെ നമുക്ക് ഗ്രാൻഡ് ഫാദർ ഉണ്ട്, അതേപോലെ തന്നെ രത്നയുണ്ട്. അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ സ്കെച്ച് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് എന്താ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക? ലിസണറിന്റെ ക്വാളിറ്റീസ് അല്ലേ. ഇവിടെ ഹൊറിഗല്ലു എന്ന് പറയുമ്പോൾ ആ യാത്രക്കാരായിട്ടുള്ള ആൾക്കാർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിയ്ക്കുന്ന ആ ഒരു സ്റ്റോൺ ബെഞ്ചിനാണ് അവിടെ പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ നിന്ന് അവർ റെസ്റ്റ് ചെയ്തിട്ട് അവർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ജേണി അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫും അതേപോലെയുള്ള ഒരു ജേണിയാണ് എന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു ജേണി പോലെയാണ്. പക്ഷെ അതിൽ നമുക്ക് ഒരുപാട് സോറോസ് ഉണ്ടാവും, ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇറക്കി വെക്കാൻ ജഡ്ജ് ചെയ്യാത്ത ഗുഡ് ലിസണേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട് ഇല്ലേ. യെസ്, അങ്ങനെയുള്ള ഗുഡ് ലിസണേഴ്സ് നമ്മളാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്രാൻഡ് ഫാദർ, നമ്മുടെ രത്ന, ഇവരൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ.
അല്ലേ. അപ്പോൾ അവരൊക്കെ എന്താണ് നല്ല ഗുഡ് ലിസണേഴ്സ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്മാരെ എല്ലാവരുടെയും ലൈഫിൽ ആവശ്യമുണ്ട് എന്നുള്ളതും കൂടെയാണ്. നമ്മുടെ പ്രയാസങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ, ജഡ്ജ് ചെയ്യാതെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, എന്നിട്ട് നമ്മുടെ ആ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാൻ, മീൻസ് ലൈഫ് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെ. സോ ഇവിടെ ഗ്രാൻഡ് ഫാദർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കാം. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ ചൈൽഡ്ഹുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ആണല്ലോ ആൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഹൊറിഗല്ലോ മീൻസ് അനക്ഡോട്ട് ആണല്ലോ. അതേപോലെ തന്നെ നമ്മുടെ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്തെങ്കിലും ഉണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. നിങ്ങളുടെ ഫാദർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു മെമ്മറി, നിങ്ങളുടെ പാരൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മെമ്മറി, ഇനി അതൊന്നല്ല നിങ്ങളെ കുട്ടിക്കാലത്ത് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറി, അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. നമുക്ക് എക്സാമിന് അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. നെക്സ്റ്റ് ഫിലിം റിവ്യൂ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫിലിമിനെ പറ്റിയിട്ട് അതിൻ്റെ അല്ലേ, അതിൻ്റെ നെയിം, അതിൻ്റെ തീം, അതിലെ ആക്ടേഴ്സ്, അതിൻ്റെ പ്രൊഡ്യൂസർ, അതിൻ്റെ ഡയറക്ഷന്, അതിൻ്റെ കാസ്റ്റ്, അതിൻ്റെ മ്യൂസിക് അല്ലേ, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിലിമിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എക്സാമിന് ഫിലിം റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമിനെ പറ്റിയിട്ടുള്ള ഫിലിം റിവ്യൂ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, എഴുതാൻ പറ്റണം. ഓക്കെ, യെസ്. സോ നെക്സ്റ്റ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഓടിച്ചിട്ട് പോവാണ്. ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. യൂണിറ്റ് 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇനി അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. ദ 3 L's ഓഫ് എംപവർമെന്റ് എന്ന് പറയുന്നത് അല്ലേ, 3 L's ആണ്. ക്രിസ്റ്റ്യൻ ലെഗാഡയുടെ സ്പീച്ച് ആണ്. സോ അതിൽ എക്കണോമിക് റോൾ ഓഫ് വിമനെ പറ്റി പറയുന്നുണ്ട്. ആൻഡ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിമൻ എഡ്യൂക്കേഷനൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിലും എക്കണോമിക് കാര്യത്തിലേക്കുള്ള വിമന്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. ബിക്കോസ് വിമന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിട്ടാണ് അല്ലെ, സ്ത്രീകൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ദേ ആർ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. സോ അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഡിനേ ചെയ്തിട്ടുണ്ട്. സോ ആ പ്രോബ്ലംസ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, ബൈ 3 L's. ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. ഇതിലൂടെ അല്ലെ, ലേണിങ്ങിലൂടെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അല്ലെ, അതാണ് നമ്മൾ ലേണിംഗ്. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻബോണ്ട് ആയിട്ടുള്ള ടാലൻസിനെ നമുക്ക് എംപവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. നമ്മുടെ ഷാക്കിൾസ്, ഒരുപാട് ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻസ്, ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് വരാൻ വേണ്ടി പറ്റും എഡ്യൂക്കേഷനിലൂടെ. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ലേബറിലൂടെയാണ്, തൊഴിലിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് പ്ലേസിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് അതിജീവിക്കാൻ വേണ്ടി പറ്റണം എന്നുള്ള ഒരുപാട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ്, അൺഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ചാലഞ്ചസ് ആണ്, അതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ദെൻ ലേബറിലൂടെ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇൻകം ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് അല്ലേ സെൽഫ് റിലയൻ്റ് ആവാൻ വേണ്ടി പറ്റും, ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. യെസ്. ദെൻ നോക്കുക, ലേബർ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഫെസിലിറ്റേറ്റ് ദം ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് എക്കണോമിക് ഇൻഡിപെൻഡൻസ് എന്നുള്ളത് വിമനെ ശരിക്കും എംപവർ ചെയ്യുന്നുണ്ട്. ദെൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ തേർഡ് വൺ. വിമൻ ക്യാൻ ബി ഗുഡ് ലീഡേഴ്സ് ആവാൻ വേണ്ടി പറ്റും, അവർക്ക് പ്രോപ്പർ ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും, ബേസ്ഡ് ഓൺ ഇൻക്ലൂഷൻ ആൻഡ് കമ്പാഷൻ. സോ വിമൻ എന്ത് ചെയ്യണം, ഷുഡ് ബി റെഡി ടു ടേക്ക് റിസ്ക് ആൻഡ് ടു ഡെയർ ദ ഡിഫറൻസ്. മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെ, റിസ്കുകൾ എടുക്കാൻ അവർ തയ്യാറാവുക എന്നുള്ളതാണ്. സോ അങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്തായാലും പറ്റും, ലോകത്തിന് മൊത്തം അതിൻ്റെ ആ ഒരു ബെനഫിറ്റ് അവർക്ക് കൊഴിയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. സോ നിങ്ങളുടെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ പുറത്തേക്ക് വരൂ എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ റൈറ്റർ പറയുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ ഏതാണ്, എനി വുമൺ അല്ലെ. എനി വുമൺ എന്ന് പറയുന്നത് കാതറിൻ ടെനാന്റെ ഒരു പോമാണ്. അതിൽ വുമന്റെ റോളിനെ പറ്റിയിട്ടാണ് പറയുന്നത്, എസ്പെഷ്യലി ഹൗസ് ഹോൾഡ് കാര്യങ്ങളിൽ അല്ലെ. അതേപോലെ തന്നെ ഒരു ഫാമിലിയുടെ സ്റ്റെബിലിറ്റി, ആ ഒരു ഫാമിലിയുടെ വെൽബീങ്, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അമ്മക്ക് വളരെ നല്ല റോൾ ഉണ്ട് എന്നുള്ളത്. കാരണം അതുകൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് അമ്മ മരിച്ചതോട് കൂടിയിട്ട് ഫാമിലി മൊത്തം ഇതായി, അല്ലെങ്കിൽ മക്കൾ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ അമ്മ ഉണ്ടാകുമ്പോൾ അമ്മ എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് നിർത്തുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ. സോ നോക്കാം, ഇവിടെ കാതറിൻ ടൈനൻ പറയുന്നത് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളിനെ പറ്റിയിട്ടാണ് വുമന്റെ. അതേപോലെ തന്നെ പില്ലാറാണ്, റൂഫാണ്, ഹീറ്റാണ്, ലൈറ്റാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഷീസ് എ ലൈറ്റ് ഓഫ് ലവ് അലൈവ്, ജീവിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ ഒരു പ്രകാശമാണ് എന്ന് പറയുന്നുണ്ട്. നോട്ട് ഓഫ് ലവ്, സ്നേഹത്തിന്റെ കെട്ടാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. ഷീസ് ദ വാൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്, എല്ലാ ഡേഞ്ചേഴ്സിന്റെയും എഗെയിൻസ്റ്റ് ആയിട്ട് അത് തടഞ്ഞു നിർത്തുന്ന ഒരു വാളാണ് അമ്മ എന്ന് പറയുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മേന്റെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എൻ്റെ മക്കള് മെച്യൂർ ആകുന്നത് വരെ എന്നെ മരിപ്പിക്കല്ലേ അല്ലേ, എന്നെ മരിപ്പിക്കല്ലേ ദൈവമേ എന്നായിരിക്കും അവർ ജീസസിനോട് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സോ അമ്മ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഓഫ് അൺഡൈങ് ലവ് ആൻഡ് സാക്രിഫൈസിങ്, മരിക്കാത്ത സ്നേഹത്തിന്റെ സാക്രിഫൈസിന്റെ ഒക്കെ ഒരു സിമ്പിളാണ് അമ്മ എന്നുള്ളതാണ് പറയുന്നത്. സോ ഇതിൽ മെയിനായിട്ട് ഒരുപാട് മെറ്റാഫേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്.
ഓർത്ത് വെക്കാം. ദ നെക്സ്റ്റ് മാച്ച് ബോക്സ് ആരാണ് എഴുതിയിട്ടുള്ളത്? ആശാപൂർണ ദേവി അല്ലേ. സോ അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ബംഗാളി ജോയിന്റ് ഫാമിലിനെ പറ്റിയിട്ടാണ് ആ ഒരു സ്റ്റോറി അവിടെ ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. സോ നമ്മുടെ നൊമിത എന്ന് പറയുന്നത് പുവർ ബംഗാളി വില്ലേജ് ഗേൾ ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്നാൽ ഒരു റിച്ച് ഫാമിലിയിലേക്കാണ് ഇവള് കല്യാണം കഴിച്ചു പോയിട്ടുള്ളത് അല്ലേ. ഇവള് ശരിക്കും ഇവളുടെ ഒരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ പ്യുവർ ആയിരുന്നു. പക്ഷേ അവൾ ലുക്ക് ബേസ് അവൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ ഒരു റിച്ച് ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയി. അജിത്ത് ആണ് അവളുടെ ഭർത്താവ്. പക്ഷെ അജിത്തിന് എന്താണ് ഭയങ്കരമായിട്ടുള്ള സംശയവും കാര്യങ്ങളൊക്കെയാണ്. അജിത്ത് ഇവക്ക് അയക്കുന്ന എല്ലാ ലെറ്റേഴ്സും അജിത്ത് എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്തിട്ട് നോക്കും, ഇത് ലവ് ലെറ്റേഴ്സ് എന്നല്ലല്ലോ എന്നുള്ള കാര്യങ്ങൾ അല്ലെ. അങ്ങനെ അവളുടെ വിഡോ ആയിട്ടുള്ള മദർ അയക്കുന്ന ലെറ്റേഴ്സ് വരെ ഇവളുടെ ഒരു കൺസെന്റ് ഇല്ലാതെ അവൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നില്ല. അപ്പൊ അത് അവൾക്ക് ഭയങ്കര ദേഷ്യമായി. കാരണം അവളുടെ ഒരു എന്താ സെൽഫ് റെസ്പെക്റ്റിനെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ. ആൻഡ് പുറമെ ഇവള് എന്തൊരു ഭാഗ്യം അല്ലെ, അവള് നല്ലൊരു ഫാമിലിയിലേക്ക് കല്യാണം കഴിച്ചു പോയില്ല, റിച്ച് ആയിട്ടുള്ള അജിത്ത് കല്യാണം കഴിച്ചില്ല, അങ്ങനെയൊക്കെയാണ് പുറമെ ഷീ ഈസ് ലൈക്ക് എ ക്വീൻ എന്നുള്ള. പക്ഷെ ഇന്നറിൽ അവൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള അല്ലെ. യെസ്, അൺആബിൾ ടു വിത്ത്സ്റ്റാൻഡ് ദ ഇൻസൾട്ട് ഫ്രം അജിത്ത്, നൊമിത കോറൽസ് വിത്ത് ഹിം. അവൾ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ ഉണ്ടാക്കി, അവൾ അവളുടെ സാരി തുമ്പ് കത്തിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് അവൻ പെട്ടെന്ന് തന്നെ തീ അണക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. ആൻഡ് ആ ഒരു അവരുടെ കോറലിന് ശേഷം പക്ഷെ ഇവള് പിന്നെ എന്ത് ചെയ്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ വളരെ നോർമലായിട്ടാണ് പിന്നെ അവള് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇന്ത്യയിലുള്ള പല ഫാമിലീസിലും ഇന്ന് നടക്കുന്നത്. ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അവർ ആക്ട് ചെയ്യുന്നത് ലൈക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, നോർമലായിട്ട് അവരിങ്ങനെ ആക്ട് ചെയ്യും. ബാക്കിയുള്ള ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ട് അവർ നോർമലായിട്ട് ജീവിച്ചു പോവാം. പക്ഷെ മെനി ഓഫ് ദം ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള. സോ നൊമിത റെപ്രസെന്റ് ചെയ്യുന്നത് ടിപ്പിക്കൽ ഇന്ത്യൻ വില്ലേജ് വുമണിനെയാണ്. ഓക്കെ, സോ നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ഒന്ന് പഠിച്ചു വെക്കുക. അവരുടെ അവളുടെ ഭർത്താവിന്റെ പേര്, അതായത് അവളുടെ ഫാമിലി എങ്ങനെയായിരുന്നു, അവളുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെരി ഗുഡ് ലുക്കിംഗ് ആണ്, ഓർഡിനറി വുമൺ ആണ്, ഷോർട്ട് ടെമ്പേർഡ് ആണ്, അതേപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് ആണോ അല്ലേ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുന്നില്ല അല്ലെ. ജോയിന്റ് ഫാമിലിയിലേക്കാണ് വിവാഹം കഴിച്ചു പോയത്. ദെൻ അവളുടെ അമ്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ദ റൈറ്റർ കമ്പയർസ് നൊമിത ടു ദാറ്റ് ഓഫ് എ മാച്ച് ബോക്സ് ഇൻ ദ സ്റ്റോറി. മാച്ച് ബോക്സ് ആയിട്ട് ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പഠിച്ചു വെക്കുക. അതാണ് ഈ ടൈറ്റിലിന്റെ ജസ്റ്റിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ദ ടൈറ്റിൽ ഈസ് ഹൈലി അപ്രോപ്രിയേറ്റ് ബിക്കോസ് നൊമിത ഹാസ് ഗോട്ട് ഇനഫ് ഗൺ പൗഡർ ടു ഡിസ്ട്രോയ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഇൻക്ലൂഡിങ് അജിത്ത്. ഒരു മാച്ച് ബോക്സ് പോലെ തന്നെയാണ്, മൊത്തത്തിൽ അത് നശിപ്പിക്കാനുള്ള ഒരു ഇത് ആർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്, നമ്മുടെ നൊമിതക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറയാം മാച്ച് എന്ന് പറഞ്ഞാൽ മാരേജ് എന്നുള്ള രീതിയിലല്ലേ, ബോക്സ് എന്ന് പറയുമ്പോൾ ട്രാപ്പ്, അത് മാരേജ് ഒരു ട്രാപ്പാണ് എന്നുള്ള രീതിയിൽ. ഇഫ് അത് നല്ല രീതിയിലല്ല നടന്നിട്ടുള്ളത് എന്നുള്ളെങ്കിൽ അല്ലേ, അത് അതിൻ്റെ ഒരു ഗേളിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വുമണിനെ സംബന്ധിച്ചിടത്തോളം ആ വുമന്റെ ഫ്രീഡം, പീസ്, മൈൻഡ്, ജോയ്, പീസ് ഓഫ് മൈൻഡ്, ജോയ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിനേ ചെയ്യപ്പെടും. ഓക്കെ, സോ നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്റർ ഹൊറിഗല്ലു ബൈ സുധാമൂർത്തി. അപ്പോൾ അതിൽ പറയുന്നത് എന്താ, ഹൊറിഗല്ലു എന്ന് പറഞ്ഞ ഒരു സ്റ്റോൺ ബെഞ്ചാണ്. അവിടെ ആളുകൾ ഇരിക്കുക, അവരുടെ എനർജി അല്ലെ, അവർ വീണ്ടും വീണ്ടെടുക്കുന്ന ഒരു റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അവരുടെ ജേർണി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സുധാമൂർത്തി സ്പീക്ക് ഓഫ് ടു ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ്. ആരൊക്കെയാണ്? ഗ്രാൻഡ് ഫാദറും അവരുടെ കൊളീഗ് ആയിട്ടുള്ള രത്നയെ പറ്റിയിട്ടാണ്. ഗ്രാൻഡ് ഫാദർ റിട്ടയർഡ് ആയിട്ടുള്ള സ്കൂൾ ടീച്ചറാണ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യും, ഒരുപാട് മണിക്കൂറോളം ആ വില്ലേജിലുള്ള ഒരുപാട് ആൾക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ആളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അവർക്ക് അതൊരു റിലാക്സേഷൻ ആണ് അല്ലെ. ദ വില്ലേജസ് ടോക്ട് അബൌട്ട് ദിയർ ഡെയിലി ലൈഫ്സ് ആൻഡ് വറീസ്. ആൻഡ് അതേപോലെ തന്നെ എന്നിട്ട് എന്ത് ചെയ്യും, അവരൊക്കെ ആ ട്രാവലേഴ്സ് ഒക്കെ റീഫ്രഷ് ചെയ്ത് അവർ വീണ്ടും പോകും. ഓക്കെ, ഒരാൾ കേട്ടല്ലോ ആ ഒരു കാര്യം. രത്ന എന്ന് പറയുന്നത് കൊളീഗാണ് സുധാമൂർത്തിയുടെ. ആള് സീനിയർ ക്ലർക്കായിട്ട് ഒരു കമ്പനിയിൽ 25ഓളം വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. അവർ ഒരുപാട് കൊളീഗ്സിന്റെ പ്രോബ്ലംസ് ഒക്കെ ഒരു ഭയങ്കര ജഡ്ജ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സിമ്പതിയോട് കൂടിയിട്ട് ആളെല്ലാം കേൾക്കും. സോ പേഷ്യന്റ് ലിസണിങ് ക്യാൻ സോൾവ് ദ പെയിൻസ് ഓഫ് മാനി ഇൻ ദ മോഡേൺ ഹെക്ടിക് വേൾഡ് അല്ലെ. ഈ ഒരു മോഡേൺ ഹെക്ടിക് വേൾഡിൽ എല്ലാവർക്കും ആവശ്യം തന്നെ കേൾക്കാൻ ഒരാളെ എന്നുള്ള. കേൾക്കാൻ ആൾക്കാരില്ലായിട്ടാണ് പല ആൾക്കാരും സൂയിസൈഡ് കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. സോ അങ്ങനെ ആൾക്കാരാവാന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. സോ ഇവിടെ ഗ്രാൻഡ് ഫാദർ നമ്മുടെ രത്നയും ചെയ്യുന്നത് ഒരു സോഷ്യൽ സർവീസ് ആണ് എന്നുള്ള. കാരണം അവര് വേറെ ആരോടും ഇവരുടെ സീക്രറ്റ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല അല്ലെ. നല്ല രീതിയിൽ ഒരു ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. കാരണം ഈ ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ ശരിക്കും സ്റ്റോൺ ബെഞ്ചാണ്. ആൾക്കാർക്ക് റെസ്റ്റ് എടുത്തിട്ട് എനർജി വീണ്ടും അല്ലെ റീഗെയിൻ ചെയ്തിട്ട് യാത്ര കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന പോലെയാണ് മനുഷ്യന്മാരുടെ ലൈഫിലുള്ള പ്രയാസങ്ങളൊക്കെ നിറക്കി വെച്ചിട്ട് അവർക്ക് വീണ്ടും ജീവിതം വളരെ പോസിറ്റീവോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരു ഹ്യൂമൻ ഹൊറിഗല്ലൂസ് ആയിട്ടാണ് ഇവിടെ നമ്മുടെ ഗ്രാൻഡ് ഫാദറും അതേപോലെ തന്നെ രത്നയും ആക്ട് ചെയ്യുന്നത് എന്നുള്ള. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ പഠിക്കാം. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൊത്തത്തിൽ ഈ യൂണിറ്റ് 1 ബേസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. എന്തൊക്കെ ഇഷ്യൂസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഒക്കെയാണ് വിമൻ നമ്മുടെ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ സൊല്യൂഷൻ, ഇതെന്തായാലും പഠിക്കണേ. സ്പീച്ചോ എസ്സേയോ റൈറ്റപ്പ് ഒക്കെ വരും.
അപ്പോൾ കുറച്ച് ചാലഞ്ചസ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. ജെൻഡർ ഇൻഇക്വാളിറ്റി ഒരു ചാലഞ്ചാണ്. വയലൻസ് അഗെയിൻസ്റ്റ് വിമൺ, അതേപോലെ തന്നെ ലിമിറ്റഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, അല്ലെ, വിദ്യാഭ്യാസം പ്രോപ്പറായിട്ട് കിട്ടാത്ത ഇന്നും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തോന്നും അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇന്നും നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയുണ്ട്. ദെൻ ചൈൽഡ് മാരേജ്, ബാല്യവിവാഹം, അല്ലേ. ദെൻ ഡൗറി സിസ്റ്റം, ഹോണർ കില്ലിങ്സ്, ദുരഭിമാനക്കൊല, ഓക്കെ. ലാക്ക് ഓഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, ലിമിറ്റഡ് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ. ഇന്നൊക്കെ പൊളിറ്റിക്സിലൊക്കെ അത്രയും സ്ത്രീകൾ വരാൻ കാരണം എന്താ? അവർക്ക് അതിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള റിസർവേഷൻ കൊടുത്തിട്ടാണ്, വിമന് റിസർവേഷൻ കൊടുത്തിട്ടാണ് എന്നുള്ള. ഓക്കെ. ഡിസ്ക്രിമിനേഷൻ ഇൻ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് കെയർ, സോഷ്യൽ സ്റ്റിഗ്മ ആൻഡ് ടാബൂസ്, ഡിസ്പാരിറ്റി ഇൻ വേജസ്, അതേപോലെ തന്നെ അണ്ടർ റെപ്രസെന്റേഷൻ ഇൻ ഡിസിഷനിലൊക്കെ അവരെ കൂട്ടാതിരിക്കുക. ദെൻ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഡിസ്പാരിറ്റി, ലാക്ക് ഓഫ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആൻഡ് സപ്പോർട്ട് ഇൻ എഡ്യൂക്കേറ്റ്, ചൈൽഡ് കെയർ ഫെസിലിറ്റീസ് വേണ്ട പോലെ ഇല്ലാതിരിക്കുക, അല്ലെ. സോഷ്യൽ പ്രഷർ ആൻഡ് എക്സ്പെക്ടേഷൻ, വിക്ടിം ബ്ലെയിമിംഗ് ഉണ്ടാവാറുണ്ട്. ലാക്ക് ഓഫ് ആക്സസ് ടു ഫൈനാൻഷ്യൽ റിസോഴ്സസ്, ടെക്നോളജി, ജെൻഡർ ഗ്യാപ്പ് ഉണ്ട്, ആൻഡ് കൾച്ചറൽ നോംസ് ആൻഡ് പെട്രിയാർക്കൽ ട്രഡീഷൻ. ഇതൊക്കെ എന്താണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. എങ്ങനെയൊക്കെ ഇതിനൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക്? സ്ട്രെങ്തനിങ് ലോസ് ആൻഡ് എൻഫോഴ്സ്മെന്റ്, നിയമങ്ങളും എൻഫോഴ്സ്മെന്റും നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുക. പ്രൊമോട്ടിങ് ജെൻഡർ ഇക്വാളിറ്റി, എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം. എംപവറിംഗ് വിമൻ എക്കണോമിക്കലി ആൻഡ് ക്രിയേറ്റിംഗ് സേഫ് സ്പേസസ്, എൻഹാൻസിങ് ആക്സസ് ടു എഡ്യൂക്കേഷൻ, അല്ലെ, വിദ്യാഭ്യാസത്തിന് ഒരു ആക്സസ് കൂട്ടുക. ദെൻ പ്രൊമോട്ടിംഗ് ജെൻഡർ സെൻസിറ്റൈസേഷൻ, എൻകറേജിങ് വിമൻസ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ നമ്മൾ എൻകറേജ് ചെയ്യുക. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ഓവർകം ചെയ്യാം. അതേപോലെ തന്നെ അവയർനെസ്സും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? ഹെൽത്ത് ആൻഡ് റീപ്രൊഡക്റ്റീവ് റൈറ്റ്സും ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ മാക്സിമം അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് വർക്ക് പോളിസീസ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. ടെക്നോളജി ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. കൊളാബറേറ്റീവ് എഫേർട്സ്, ചാലഞ്ചിങ് സോഷ്യൽ നോംസ്, എൻഗേജിങ് മെൻ ആസ് അലീസ്, സ്ട്രെങ്തനിങ് സപ്പോർട്ട് സിസ്റ്റം, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. ഇതിലൂടെയൊക്കെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിക്കുക. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെക്കുക. നന്നായിട്ട് തന്നെ പഠിക്കുക. യൂണിറ്റ് 1 ഇനി എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് നമ്മുടെ കയ്യിലാണ്. സോ ഫ്രണ്ട്സിനൊക്കെ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തോ. താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ വിഷ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.